പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന സന്ദേശത്തിലേക്ക് വന്ദനം ചൊല്ലുന്നു. അത് ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-28 വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമ സഭയോട് പറയുകയാണ്, അല്ലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടും. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം എന്ത് ചെയ്യുക, നന്മ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, വേദനകളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ഏകാന്തകളായിട്ട്, ഹല്ലേലൂയ, എല്ലാ മരണകരമായ അവസ്ഥയാകട്ടെ, എല്ലാം എന്ത് നന്മയ്ക്കായിട്ടാണ് കടന്നു വരുന്നത്. അത് ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ട് എന്ത് ചെയ്യുക, കൂടി വ്യാപരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ദൈവത്തെ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നാണ് അർത്ഥം. എന്നെ സ്നേഹിക്കുന്നു, എന്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പറയുമ്പോൾ ദൈവം നമുക്കറിയാം. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ കണ്ടു, എന്നെ വേർതിരിച്ചു, പേര് ചൊല്ലി വിളിച്ചു, ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവാചകനായി നീ എന്നെ നിയമിച്ചു. അപ്പൊ ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെടുന്ന ദൈവം തീരുമാനിച്ച കർത്താവിന്റെ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നു മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ദൈവത്തിന് മാത്രമായി ഹല്ലേലൂയ വേർതിരിക്കപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്ന സങ്കീർണമായ അവസ്ഥകളാകട്ടെ, ശാരീരികമായ ക്ലേശങ്ങളാകട്ടെ, മാനസിക സംഘർഷങ്ങളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി അല്ല ഇത് കടന്നു വരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തില് നന്മയ്ക്കായി മാറും. ഹല്ലേലൂയ. ഇന്ന് പലതും നിങ്ങളുടെ ജീവിതത്തില് ഈ കഷ്ടം എന്നെ തകർത്തു കളയും, ഹല്ലേലൂയ, ഈ വേദന എന്നെ ഒടുക്കി കളയും, ഈ രോഗം എന്നെ ഈ രോഗം കൊണ്ട് ഞാൻ അവസാനിക്കും എന്നൊക്കെ നാം പലപ്പോഴും ചിന്തിക്കുമ്പോൾ അല്ലല്ല പ്രിയരെ, ഹല്ലേലൂയ, ഇത് നിങ്ങളുടെ ദോഷത്തിനായിട്ടല്ല, ഹല്ലേലൂയ, നന്മയ്ക്കായിട്ട് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്നുകൂടെ അടുപ്പിക്കേണ്ടതിനാ. ദൈവത്തിന്റെ വെളിപ്പാടുകളെ ദൈവം നൽകേണ്ടതിനാ. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റേണ്ടതിനാ. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായ ജീവിതത്തിൽ കടന്നു പോയ പ്രതിസന്ധികൾ എത്ര വലിയതാണ്. ഹല്ലേലൂയ. ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലിയാണ്. ഹല്ലേലൂയ. യഹൂദ പാരമ്പര്യത്തിൽ വിശ്വസിച്ച മനുഷ്യന്, ബെന്യാമിൻ ഗോത്രക്കാരനായ ഒരു വ്യക്തി, ഹല്ലേലൂയ, എന്നാൽ ദൈവത്തെ ഹല്ലേലൂയ ദൈവസഭയെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ട് അധികാരികളോട് അവകാശപത്രവുമായിട്ട് കടന്നു വന്ന ഒരു മനുഷ്യനെ ദൈവത്തിന്റെ സന്ദർശനം ഹല്ലേലൂയ അനുഭവിച്ചപ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ദൈവമായൊരു ഹല്ലേലൂയ മുഖാമുഖമായ ഒരു ഹല്ലേലൂയ എൻകൗണ്ടർ സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് അന്ന് വരെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളും മാറുവാനിടയായി. അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ മാറി അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു ഒരിക്കൽ ഹല്ലേലൂയ മതത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ പിന്നീട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ അന്ന് വരെ താൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം തെറ്റായതാണെന്ന്, തെറ്റായ പഠിപ്പിക്കലാണ്, തെറ്റായ ജീവിതമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിലേക്ക് തിരിയുവാനിടയായി. അപ്പോസ്തലനായ പൗലോസ് നന്മയ്ക്കെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ തിരുവചനം വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും അധികമായി സമ്പന്നനായ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി താൻ എല്ലാം അവസാനിപ്പിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് അതെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് പതയെ എന്റെ ജീവിതത്തിൽ വന്നതെല്ലാം എന്ത് ചെയ്യാം, നന്മയ്ക്കാണ്. ഞാൻ എല്ലാം നഷ്ടപ്പെടുന്ന നന്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഞാൻ വെറുക്കപ്പെട്ടത് നന്മയ്ക്ക് വേണ്ടി, കൂട്ടുകാരുകളാൽ അല്ലെങ്കിൽ ബന്ധുക്കളാലൊക്കെ ഞാൻ എന്ത് ചെയ്യാം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്തൊക്കെ എന്റെ ജീവിതത്തിൽ വന്നത് എന്ത് ചെയ്യാം, എന്റെ മേലൊരു ദർശനം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതൊന്നും എനിക്ക് ദോഷമായിട്ടല്ല വരുന്നത്, എനിക്ക് എന്ത് നന്മയ്ക്ക് വേണ്ടി
അല്ലെ മാറ്റും. ഹല്ലേലൂയ. അമ്മ മറ്റുള്ളവർ നമുക്ക് ദോഷമായി ചെയ്യണമെന്ന് വിചാരിച്ചാലും ദൈവം അതെന്ത് നന്മയ്ക്കായി മാറ്റും. നമുക്ക് അപ്പോസ്തലനായ പത്രോസ് നമുക്കറിയാം, അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തന്റെ ക്രിസ്തു യേശുവിൽ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നമുക്ക് നന്മയ്ക്ക് പ്രകാരം വിളിക്കപ്പെട്ട നേരെ ഹല്ലേലൂയ കഷ്ടങ്ങൾ കടന്നു വരാം. എന്നാൽ എന്ത് ചെയ്യും? അവിടെ യഥാസ്ഥാനപ്പെടുത്തിയ ദൈവം എന്ത് ചെയ്യും? ഉറപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ നേരെ നേരെ ശത്രു ആഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്കും വേർതിരിക്കാൻ കഴിയത്തില്ല. ജീവിതത്തിൽ പരീക്ഷകളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം പരീക്ഷകൾക്ക് അനുസരിച്ച് ദൈവം കൊള്ളാവുന്നവനായി നമ്മെ പണിതെടുത്ത് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകി തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഞാൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ദൈവസനെ കടന്നു വന്നതുകൊണ്ട് എനിക്കിന്ന് വേദനയാ, കഷ്ടമാണ്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ആരും എനിക്ക് സഹായത്തിനില്ല എന്നൊക്കെ നാം പറയുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പലപ്പോഴും ദൈവപൈതൽ നേരെ ശത്രു കുതികാൽ ഉയർത്തുമ്പോൾ നശിപ്പിച്ചു കളയുവാൻ വാദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആശ്രയമില്ലാതെ പല വിഷമഘട്ടങ്ങളും ഒരാളോട് പോയി സഹായം ചോദിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നൊക്കെ നന്മയ്ക്കാണ്, തിന്മയ്ക്കായി ഒന്നും സംഭവിക്കത്തില്ല, നന്മയ്ക്കായി സർവ്വ കൂടി വ്യാപരിക്കും. ദൈവത്തിന്റെ വചനത്തിന്റെ മാറ്റമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഉറച്ചു നിൽക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർ നിർണയ പ്രകാശങ്ങൾ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.